അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചനയും അനിയന്മാരും കൂടി ചന്ദ്രകാന്തത്തിലേക്ക് പോകുമ്പോൾ വിജയശങ്കറും ചന്ദ്രയും കൂടി പറയണ്, അച്ഛ എവിടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവൻ പോയല്ലോ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത്രയും നേരത്തെ അവൻ പോയോ ചോദിക്കും. ആ പോയി എന്ന് പറയും. അതിനുശേഷം ചന്ദ്ര ഒരു പരിഹാസ രൂപേണ പറയണം, ഓ അവന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വേസ്റ്റ് ആയല്ലോ എന്ന് പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ ഭയങ്കര ആഹ്ലാദത്തിൽ പറയണം, അതിനെന്താ ഇനി അവനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് SA ആവുമ്പോൾ കാണാമെന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് അവൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങളൊരു വിലസും എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ അമ്പാടിലെ അർച്ചനയാണ് അവനെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അമ്പാടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ ഒരിക്കലും വേറെ എവിടെയും പോവില്ല, അമ്പാടിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നിങ്ങനെ അർച്ചനയും വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇതേ സമയം രുക്കും അച്ചും കൂടിയിട്ട് അമ്പാടിലേക്ക് പോവുകയാണ്. ഞാൻ വരുന്നില്ല, കാരണം എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതാണ്, നീയും ഇപ്പോൾ അതിന് തുല്യമായി എന്ന് പറഞ്ഞതിന് ശേഷം രുക്കു പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചു പറയുന്നുണ്ട്, രുക്കു ഞാൻ എൻ്റെ ചേച്ചിയും എൻ്റെ ഏട്ടന്മാരും എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ, എന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയാതെ പോയി കഴിഞ്ഞാൽ അതെന്നെ ഒരിക്കലും എൻ്റെ മനസ്സമാധാനം എനിക്ക് ശരിയാവില്ല. ഞാൻ ഈ കളിച്ച് വളർന്ന ഈ വീട്ടിൽ വന്നിട്ട് ഒന്ന് ചേച്ചിയോട് പറയാതെ പോവാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അച്ചു ഓടി അകത്തേക്ക് കയറുകയാണ്. രുക്കു വരുന്നുമില്ല കേട്ടോ. രുക്കു ഇങ്ങനെ മടിച്ച് പുറത്ത് നിൽക്കുകയാണ്. അതേസമയം മഞ്ജു വന്നിട്ട് പറയും, ആഹാ നിങ്ങൾ വന്നോ, ഞാനിപ്പോൾ എന്താ നിങ്ങൾക്ക് വരാൻ കാരണം, ട്രെയിന് പോയോ, നിങ്ങളെന്താ പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയാണ്, ചേച്ചി ഞാൻ ചേച്ചിയെയും ഏട്ടന്മാരെയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ട്രെയിനൊന്നും പോയിട്ടില്ല, എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയണം, അയ്യോ അച്ചു വന്നത് ശരി, നീയും വന്നോ, അയ്യേ മോശത്തരം, നിന്നെ എത്ര അപമാനിച്ച് വിട്ടതാണ്, നിൻ്റെ സ്ത്രീത്വത്തിനെ അപമാനിച്ച് വിട്ടതല്ലേ, പിന്നെ നീ എന്തിനാ വന്നത് എന്നിങ്ങനെ മഞ്ജു ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് എത്ര പറഞ്ഞാലും അറിയണ്ടേ, ചേച്ചിയുടെ അടുത്ത് വന്ന് പറയണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ എന്നിങ്ങനെ രുക്കു ഇങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് കേട്ടോ. അച്ചു അതൊന്നും കേൾക്കുന്നില്ല. അച്ചു അവരെ വിളിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോൾ മഞ്ജു പറയുന്നത് ഇവിടെയൊന്നുമില്ല, അവർ അമ്പലത്തിൽ പോയിരിക്കുകയാണ്, പിന്നെ ചിന്നു രമ്യയും കൂടിയിട്ട് എന്തോ തയ്ക്കാനും കൂടി പോയിരിക്കുകയാണ്, ഇപ്പം അമ്പലത്തിലേക്ക് പോയോ, എന്താ അത് എന്ന് ചോദിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയണം കേട്ടോ. പിന്നീട് അച്ചു അകത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഡൈനിങ് ടേബിളിൽ നിറയെ ഫുഡൊക്കെ വെച്ചിരിക്കുമല്ലോ. അതിന് ശേഷം ഓരോന്ന് തുറന്നു നോക്കിയിട്ട്, അയ്യോ പായസം ഇന്ന് എന്താണ് സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ചു ഒരു ഗ്ലാസ്സിൽ പായസം എടുത്ത് കുടിക്കുക കേട്ടോ. അത് കാണുമ്പോൾ മഞ്ജു പറയാണ്, എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളതൊന്നും അറിയില്ല, പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതോ എന്നിങ്ങനെ പറയാണ്. ആ പായസം കുടിച്ചതിന് ശേഷം അച്ചു ഇങ്ങനെ പറയാണ്, ഇതെന്തായാലും ചേച്ചി ഉണ്ടാക്കിയ പായസമാണ്, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയാണ്. അതേസമയം രുക്കു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഒരുപാട് പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ ആക്കി പറയുന്നുണ്ട് കേട്ടോ രുക്കും കൂടിയിട്ട്. അതിനുശേഷം എന്നാലും ഞാൻ എന്താ ചെയ്യുക, അവരോടൊന്ന് പറയണമല്ലോ, അവർക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ, അതുകൊണ്ടായിരിക്കുമോ, എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല എന്നിങ്ങനെ അച്ചു പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അർച്ചനയുടെ റൂമിലേക്ക് പോവുകയാണ്. അർച്ചനയുടെ റൂമിലേക്ക് പോകുമ്പോൾ മഞ്ജുവും രുക്കും കൂടി പറയുന്നുണ്ട്, അല്ല ഇവനിത് എന്തിൻ്റെ കേടാണ് എന്നിങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയണം, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാൻ പറയണം കേട്ടോ. പിന്നീട് അർച്ചനയുടെ റൂമിൽ പോയി എല്ലാവരുടെയും നോക്കുകയാണ് കേട്ടോ അച്ചു. അതിനുശേഷം അർച്ചനയുടെ ഗൗൺ എടുത്തിട്ട് വക്കീലിൻ്റെ കോട്ട് എടുത്തിട്ട് അതിൽ കൈ തകർത്ത് പിടിച്ചിട്ട്, ചേച്ചിയോട് എനിക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇവിടെ പറയാൻ വന്നത്, ചേച്ചി എന്നെ എത്രമാത്രം സ്നേഹിക്കേണ്ടെന്നും ചേച്ചിക്ക് എത്രമാത്രം എന്നോടുള്ള കടപ്പാടുണ്ടെന്നും എനിക്കറിയാം, അതുകൊണ്ട് ചേച്ചിനോട് ഞാൻ യാത്ര പറയാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് അച്ചു ഇങ്ങനെ പറയുമ്പോൾ രുക്കും മഞ്ജും കളിയാക്കുകയാണ് കേട്ടോ, ഇവനിത് എന്തിൻ്റെ സൂക്കടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അച്ചു പറയണം കേട്ടോ, നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല, എൻ്റെ ചേച്ചിക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും എൻ്റെ ചേച്ചിക്ക് എന്നോട് ഒരു ദേഷ്യമില്ല, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് രുക്കോ ആരും സഹായിച്ചില്ല, എൻ്റെ ചേച്ചിയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വേണ്ട പൈസ ഇട്ട് തന്നത്, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അച്ചു ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അച്ചു രുക്കു അതേ സ്ഥാനത്ത് മഞ്ജു അങ്ങനെ എരി കയറ്റി നിൽക്കുകയാണ്. അതേസമയം കാറിൽ നിന്നും അവർ
വരുമ്പോൾ അർച്ചന കാറ് നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങിയതിന് ശേഷം അർച്ചന അങ്ങനെ കരയാണ്. അതേസമയം ആനന്ദവും മുകുന്ദനും കൂടി ചേച്ചി ആശ്വസിപ്പിക്കണം. ചേച്ചിക്ക് അച്ചുവിനെ കാണാൻ പറ്റാത്തതിലാണ് വിഷമം. അവിടെ ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി നമ്മളവനെ കാണാൻ അനുവദിക്കില്ല. നമ്മുടെ അവിടെ നിന്നാണ് അവമ്പാട്ടിൽ നിന്നാണ് പോകണമെങ്കിൽ എത്ര വലിയ ഗംഭീരമായ യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ടാകും എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അതേസമയം മുകുന്ദൻ പറയുന്നുണ്ടാകും എന്നോടുള്ള ദേഷ്യം മാറാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ എന്ന് പറയുമ്പോൾ അർച്ചന പറയണ്ട, അങ്ങനെയൊന്നും കരുതണ്ട. അവൻ നമ്മളെ മാത്രമല്ലേ ഒഴിവാക്കാൻ പറ്റൂ. പെട്ടെന്നല്ലേ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ടായിരിക്കും അവൻ നമ്മളോട് പറയാതെ പോയത്. പിന്നെ നിന്നോടുള്ളത് അവൻ്റെ രുക്ക് എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കും. അതുപോലെ നീ ഏട്ടൻ എന്താണ് എന്നുള്ളതും അവൻ മനസ്സിലാക്കും. അങ്ങനെ എല്ലാം മനസ്സിലാക്കി അവൻ നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർച്ചന വഴി നിന്നിട്ട് കരയേനോട്ടോ. ആ അനിയന്മാർ അർച്ചനയെ ആശ്വസിപ്പിക്കുകയും ചെയ്യും.